പേജസ് അക്കാഡമിയുടെ ഇൻസൈറ്റ് ഇൻറ്റു ബീയിങ് എന്ന മോട്ടിവേഷണൽ സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ക്വയറ്റ് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ്. സാധാരണ ആളുകൾ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൗ ആർ യു? അപ്പോൾ വളരെ കാഷ്വലായി നമ്മൾ മറുപടി പറയുന്നു, ഐ എം ഫൈൻ. ഹൗ ആർ യു? ഐ എം ഫൈൻ, താങ്ക് യു, ഹൗ ആർ യു? സോ ഇതാണ് നമ്മൾ പറയുന്ന ഒരു രീതി. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മൾ റിയലി ഫൈൻ ആണോ? ഐ എം ഫൈൻ എന്ന് പറയുമ്പോൾ ആർ വി റിയലി ഫൈൻ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. സോ നോർമലി നമ്മൾ പറയുമ്പോൾ ഐ എം ആംഗ്രി, ഐ എം ഡിപ്രസ്ഡ്, ഐ എം കൺഫ്യൂസ്ഡ്, ഐ എം അൺഹാപ്പി, ഐ എം ടോട്ടലി ഗോൺ, ഐ എം ഔട്ട് ഓഫ് മൈൻഡ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് വ്യത്യസ്തമായ മാനസിക അവസ്ഥകളിലായിരിക്കും നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമ്മൾ പറയുന്ന മറുപടി ഐ എം ഫൈൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യമെന്ന് പറയുന്നത് എന്താണ് എന്ന് WHO ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരാളിൻ്റെ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായുള്ള വെൽനസ് അല്ലെങ്കിൽ സുസ്ഥിതിയെയാണ് നമ്മൾ ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാധാരണയായിട്ട് നമ്മൾ ശരീരം മാത്രമേ നോക്കാറുള്ളൂ. ആർ വി ഫിസിക്കലി ഫിറ്റ്? ആർ വി ഫിസിക്കലി ഓക്കെ? അതേ നോക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഐ എം ഫൈൻ എന്ന് പറയുന്നതിന് മുമ്പ് വി ഹാവ് ടു തിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നല്ല. ഒരാൾ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഞാൻ ഫൈൻ ആണോ എന്ന്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ വി ഹാവ് ടു, നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകണം. വി ഹാവ് ടു ഗോ ഇൻ ടു അവർ ബീയിങ്. അപ്പോൾ ഇഫ് ഐ ആം ഫൈൻ എന്തായിരിക്കണം? ഐ ഷുഡ് ബി ഫൈൻ. ഞാൻ ഫൈൻ ആയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഞാൻ ഫൈൻ അല്ല എന്ന് നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ നമ്മളത് മറുപടി കണ്ടെത്തണം. അപ്പോൾ ഇഫ് വി ആർ റിയലി ഫൈൻ, നമ്മൾ ശരിക്കും നല്ല ഊർജ്ജസ്വലരായി നല്ല സന്തോഷത്തോടെ നല്ല തികഞ്ഞ ഊർജ്ജത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഐ എം എക്സലൻറ്റ്, ഐ എം ഔട്ട്സ്റ്റാൻഡിങ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ നമ്മളൊരു ക്ലീഷയായിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ഫ്രൈസാണ് ഐ എം ഫൈൻ. സോ നമ്മൾ ഫൈൻ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ മറ്റ് 3 ഫൈനുകൾ കൂടി പറയുകയാണ്. അതിൻ്റെ മുമ്പിൽ വേറെ ചില വാക്കുകൾ കൂടി, അക്ഷരങ്ങൾ കൂടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് റിഫൈൻ, ഡിഫൈൻ, കൺഫൈൻ. So before saying fine, we have to ask these questions or we have to find the answer of these questions. ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ ശരിക്കും ഫൈൻ ആണോ. അപ്പോൾ ഡിഫൈൻ, DEFINE, ഡിഫൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ഏത് തരത്തിൽ നിൽക്കുന്നു, ഏത് തരത്തിലുള്ള മാനസിക ശാരീരികമായ സാമൂഹികമായ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിർവചിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ആരാണ്, എൻ്റെ സാമൂഹികമായ പശ്ചാത്തലം എന്താണ്, ഞാൻ എന്തായിട്ടാണ് എൻ്റെ സൊസൈറ്റിയിൽ നിൽക്കുന്നത്, എൻ്റെ സമൂഹത്തിൽ നിൽക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഇങ്ങനെ നിരന്തരമായി നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മെ നന്നായി ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഒരു വലിയ യന്ത്രത്തിലെ ഏറ്റവും ചെറിയ ഒരു പൽചക്രത്തിന് പോലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു നട്ടിനോ അതിൻ്റെ ബോൾട്ടിനോ പോലും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നമുക്കും ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഈ പ്രപഞ്ചത്തിൽ നമ്മുടേതായ ഒരു സ്ഥാനമുണ്ട് എന്ന് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യാം. അപ്പോൾ അതിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യുന്നു, നിർവചിക്കുന്നു. ഇത് നിരന്തരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിരന്തരമായി നമ്മളിങ്ങനെ നമ്മളെ തന്നെ ഡിഫൈൻ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് പ്രോസസ്, ഡിഫൈൻ അവർ സെൽസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടമല്ലാത്ത നമ്മുടെ ക്യാരക്ടറിൻ്റെ ചില സ്പെഷ്യലായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടാവും, നമ്മുടെ സ്വഭാവത്തിൻ്റെ ചില പ്രത്യേകമായ സംഗതികളുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് കൺഫൈൻ ചെയ്ത് കളയാൻ പറ്റും, നമുക്കതിനെ മാറ്റിക്കളയാൻ പറ്റും. ഈ മാറ്റുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കതിനെ റിഫൈൻ ചെയ്യുക. REFINE, റിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കുള്ള നെഗറ്റീവായ ക്വാളിറ്റീസിനെ ഡിഫൈൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമ്മൾ കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയ കാര്യങ്ങളെ നമ്മൾ കുറേ കൂടി റിഫൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പോളിഷ് ചെയ്യുന്നു, കുറച്ചുകൂടി നമ്മളതിനെ ശരിയാക്കിയെടുക്കുന്നു, കുറച്ചുകൂടി നമ്മൾ സോഷ്യലൈസ് ചെയ്തെടുക്കുന്നു എന്നാണ്. അപ്പോൾ ദാറ്റ് ഈസ് എ സെക്കൻഡ് പ്രോസസ്സ്, റിഫൈൻ. അപ്പോൾ റിഫൈൻ ചെയ്തെടുക്കുമ്പോൾ, ശുദ്ധീകരിച്ച് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരേ സമയം നമുക്കും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഒരു സുഖം പ്രദാനം ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എല്ലാ കോണ്ടെക്സ്റ്റുകളിലും ഇത് പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കഴിവതും ഇങ്ങനൊരു കാര്യം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്നു നമ്മുടെ ക്യാരക്ടറിൻ്റെ ചില പ്രത്യേകമായ ആസ്പെക്ട്സിനെ അല്ലെങ്കിൽ ട്രൈറ്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിഫൈൻ ചെയ്തെടുക്കുന്നു, പോളിഷ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ പോളിഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചിലതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺഫൈൻ ചെയ്ത് കളയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോർ എക്സാമ്പിൾ സാധാരണയായിട്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം അത്രയും സുഖമാകാത്തത് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില നമുക്കുണ്ടാകുന്ന ഒരു അജിറ്റേഷൻ, പെട്ടെന്നുണ്ടാകുന്ന ഒരു ദേഷ്യം, ഈർഷ്യ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസപ്പോയിൻമെൻറ്റ് തുടങ്ങിയ കാരണങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിൽ അതിനെ കാണുക, ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഹൗ ടു ടാക്കിൾ ദി സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനെ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളിന് എൻ്റെ അസ്വസ്ഥത പകർന്നു കൊടുക്കാതെ എനിക്ക് എങ്ങനെ ഈ സാഹചര്യത്തിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ പറഞ്ഞ 3 വാക്കുകൾ, ഡിഫൈൻ, ദെൻ റിഫൈൻ ആൻഡ് കൺഫൈൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നു നന്നായിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിലുള്ള പോസിറ്റീവ് ക്വാളിറ്റീസിനെ നമ്മൾ കുറേ കൂടി എടുക്കുന്നു, അതിനെ കുറച്ചുകൂടെ പോളിഷ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് തന്നെ അറിയാം നമ്മളിലുള്ള ഒരു കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് സോ ഗുഡ്, അത്രയും നല്ലതല്ലാത്ത കുറേ ആസ്പെക്റ്റുകൾ നമ്മളതിനെ കൺഫൈൻ ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കി കളയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ആക്ച്വലി നമ്മളിലേക്ക് കൂടുതൽ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് വളരെ ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഐ എം ഫൈൻ, ഞാൻ ശരിക്കും ഫൈനാണ്. Then somebody is asking you, how are you? So you can say, I'm fine. Because നമ്മൾ 3 ഫൈനിങ് പ്രോസസ്സിലൂടെ കടന്നു. ഡിഫൈനിങ്ങിലൂടെ വന്നു, then റിഫൈനിങ്ങിലൂടെ വന്നു, ആൻഡ് ഫൈനലി കൺഫൈനിങ്. So we can say, define yourself, refine yourself, and confine yourself. Then you will be becoming very fine.